ഹായ് എവരിവൺ, ഐപ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിൻ്റെ തിയറി എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ച ടോപ്പിക്സുകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ നമുക്കിന്ന് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു. എന്താണ് ക്യാഡ്, ക്യാം, ക്യാപ്പ്, കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്ങിൻ്റെ എന്താണ്, അതുപോലെ തന്നെ പിന്നെ ഓട്ടോമേഷൻ, റോബോട്ടിക്സ്, ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം, CNC, DNC. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മളവിടെ ഡിസ്കസ് ചെയ്ത് പോയതാണ്. സോ ഇവിടെ നമ്മൾ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യനുകളുടെ ഡിസ്കഷനിലേക്കാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് ഒബ്ജക്റ്റീവ്? അപ്പോൾ സിം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനകത്ത് ഏതാണ് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഏതാണ് ഒന്ന് ചിന്തിച്ചേ. നിങ്ങൾക്ക് നോക്കിയിട്ട് നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ ഇതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കി. ഇൻക്രീസ് നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ എണ്ണം കൂട്ടുക. ഇൻ്റഗ്രേഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്, പല പ്രൊഡക്റ്റുകൾ ഒരുമിച്ചാക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേഷൻ ഓഫ് ഐലൻഡ് ഓഫ് ഓട്ടോമേഷൻ, ദെൻ സെഗ്രിഗേഷൻ ഓഫ് മാനുഫാക്ചറിങ് സെൽ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് ഒബ്ജക്റ്റ്? ഇൻ്റഗ്രേഷൻ ഓഫ് ഐലൻഡ്സ് ഓഫ് ഓട്ടോമേഷൻസ്. ഓട്ടോമേഷനുകളുടെ ഐലൻഡുകൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇൻ്റഗ്രേഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് അല്ല, സെഗ്രിഗേഷൻ ഓഫ് മാനുഫാക്ചറിങ് സെൽസ് അല്ല, ഇൻ്റഗ്രേഷൻ ഓഫ് ഐലൻഡ്സ് ഓഫ് ഓട്ടോമേഷൻ ആണ് എന്ത് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിൻ്റെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് is a disadvantage of computer integrated manufacturing? ഈ പറഞ്ഞിരിക്കുന്നവയിൽ കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഏതാണ്? ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് റിക്വയർമെൻറ്റ് ആവശ്യം, ലാർജ് നമ്പർ ഓഫ് വർക്കർ റിക്വയർമെൻറ്റ് വേണം. ഡിസഡ്വാൻറ്റേജ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഹൈ കോസ്റ്റ്, ടേക്സ് മോർ ടൈം, എറർ പ്രോൺ ആണ്, അല്ലെങ്കിൽ കൂടുതൽ സമയമെടുക്കുന്നു, ഹൈ കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് റിക്വയർമെൻറ്റ് വേണം. ഏതായിരിക്കും ഡിസഡ്വാൻറ്റേജ്? ഹൈ കോസ്റ്റ് ആണ്. ഹൈ കോസ്റ്റ് ആണ് ഒരു കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഉയർന്ന ഇതാണ്, കോസ്റ്റ് ആണ്. സോ ഹൈ കോസ്റ്റ്. തേർഡ് വൺ, വിച്ച് അമോങ് ദ ഫോളോയിങ് ഹാസ് ദ ബ്രോഡസ്റ്റ് സ്കോപ്പ് ഇൻ ആൻ ഓർഗനൈസേഷൻ? ഒരു ഓർഗനൈസേഷനിൽ ബ്രോഡസ്റ്റ് സ്കോപ്പ് ഇതിനകത്ത് ആർക്കാണ്? ക്യാം, ക്യാപ്, ക്യാഡ് ആൻഡ് സിം. ക്യാം പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് ആണ്, ക്യാപ്പ് കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ് ആണ്, ക്യാഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് ആണ്, സിം കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് ആണ്. ബ്രോഡസ്റ്റ് സ്കോപ്പ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഇതിലേതാണ്? ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ്. ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ക്യാഡ്, ക്യാമ് എല്ലാം വരുന്നത്. സോ കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് ആണ് ബ്രോഡസ്റ്റ് സ്കോപ്പ് ഇൻ ആൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. 4, the computer numerical control machine use which type of computer? അതായത് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ യൂസ് വിച്ച് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ നമുക്കറിയാലോ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ എന്തായാലും ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അത് ഏത് ടൈപ്പിലുള്ള കമ്പ്യൂട്ടറുകളാണ് അവരെന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്? മൈക്രോ കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ ആൻഡ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. അവർ പറഞ്ഞിരിക്കുന്ന ഇത്രയാണ്. മൈക്രോ കമ്പ്യൂട്ടർ ആണോ, സൂപ്പർ കമ്പ്യൂട്ടർ ആണോ, മിനി കമ്പ്യൂട്ടർ ആണോ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകളാണോ യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ യൂസ് വിച്ച് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ? മൈക്രോ, സൂപ്പർ, മിനി, മെയിൻ ഫ്രെയിം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? മിനി കമ്പ്യൂട്ടറുകളാണ്. മിനി കമ്പ്യൂട്ടറുകളാണ് എപ്പോഴും എന്ത് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻസ് യൂസ് ചെയ്യുന്നത്. മൈക്രോയോ സൂപ്പറോ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറോ അല്ല. വിച്ച് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്? ഈ പറയുന്നവയിൽ കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്ങിൻ്റെ എലമെൻ്റ് അല്ലാത്തത് ഏതാണ്? മൈനിങ്, മാർക്കറ്റിംഗ്, വെയർഹൗസിംഗ്, പ്രൊഡക്റ്റ് ഡിസൈൻ. വിച്ച് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ. എലമെൻ്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്ങിൻ്റെ. മൈനിങ്, മാർക്കറ്റിംഗ്, വെയർഹൗസിംഗ്, പ്രൊഡക്റ്റ് ഡിസൈൻ. ഏതായിരിക്കും? മൈനിങ്, മാർക്കറ്റിങ്ങും വെയർഹൗസിങ്ങും പ്രൊഡക്റ്റ് ഡിസൈനും ഒക്കെ ആരുടെ എലമെൻ്റ് ആണ്? ഒരു കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ്ങിൻ്റെ എലമെൻ്റ് ആണ്. എന്നാൽ മൈനിങ് എന്തല്ല, വ്യത്യസ്തമായി നിൽക്കുന്നതാണ്. സോ മൈനിങ് ഈസ് ദ കറക്റ്റ് ആൻസർ. 6, വിച്ച് ഓഫ് ദ ഫോളോയിങ് belongs to the manufacturing equipment category of computer integrating manufacturing hardware? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ദ, ഈ പറയുന്നവയിൽ ഏതാണ് മാനുഫാക്ചറിങ് എക്യുപ്മെൻറ്റ് കാറ്റഗറിയിൽ വരുന്നത് ഓഫ് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് ഹാർഡ്വെയർ? പ്ലോട്ടർ, ഇൻസ്പെക്ഷൻ മെഷീൻസ്, കാറ്റ് ക്യാം സിസ്റ്റം, ബാർകോഡ് റീഡർ. ഇതൊക്കെയാണുള്ളത്. പ്ലോട്ടർ, ഇൻസ്പെക്ഷൻ മെഷീൻ, കാറ്റ് ക്യാം സിസ്റ്റം, ബാർകോഡ് റീഡർ.
ഇതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ദ മാനുഫാക്ചറിങ് എക്യുപ്മെന്റ് കാറ്റഗറി ഓഫ് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് ഹാർഡ്വെയർ. ഈ പറയുന്നതിൽ ആരൊക്കെയാണ് വരുന്നത്? പ്ലോട്ടർ ആണോ വരുന്നത്? ഇൻസ്പെക്ഷൻ മെഷീൻസ് ഉണ്ടോ? കാറ്റ് ക്യാം ഉണ്ടോ? ബാർകോഡ് റീഡേഴ്സ് ഉണ്ടോ? സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഇൻസ്പെക്ഷൻ മെഷീൻസ്. കറക്റ്റ് ആൻസർ എന്താണ്? ഇൻസ്പെക്ഷൻ മെഷീൻസ്. Seventh one, which is not among the 10 strategies for automation and process improvement. Which is not among the 10 strategies for automation and process improvement. ഇതിനകത്ത് ഏതാണ് വിച്ച് ഈസ് നോട്ട് എമോങ് ദ 10 strategies for automation and process improvement? മാനുവൽ ഓപ്പറേഷൻ, ഓൺലൈൻ ഇൻസ്പെക്ഷൻ, സൈമൾട്ടേനിയസ് ഓപ്പറേഷൻ, സ്പെഷ്യലൈസേഷൻ ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. The answer is what? Manual operation, which is not among the 10 strategies for automation and process improvement. Online inspection ഒക്കെയാണ്, simultaneous operation കറക്റ്റ് ആണ്, സ്പെഷ്യലൈസേഷൻ ഓഫ് ഓപ്പറേഷൻസ് കറക്റ്റ് ആണ്. ഏതാണ് ഇല്ലാത്തത്? ഓട്ടോമേഷൻ അല്ലേ. സോ മാനുവൽ ഓപ്പറേഷൻസ് ആണ്. ഓട്ടോമേഷൻ മീൻസ് എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. 8th question, which of the following function comes under advanced automation function? Which of the following function comes under അഡ്വാൻസ്ഡ് ഓട്ടോമേഷൻ ഫംഗ്ഷൻ? ഈ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് അഡ്വാൻസ്ഡ് ഓട്ടോമേഷൻ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്? മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, വെൽഡിംഗ്, എറർ ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി, അസംബ്ലി. ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷനിൽ ഏതാണ് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഓട്ടോമേഷൻ ഫംഗ്ഷൻ? മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണോ, വെൽഡിംഗ് ആണോ, എറർ ഡിറ്റക്ഷൻ റിക്കവറി ആണോ, അസംബ്ലി ആണോ? ഏതായിരിക്കും? മൂന്നാമത്തെ ആയിരിക്കും. എറർ ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി ആണ് അഡ്വാൻസ്ഡ് ഓട്ടോമേഷൻ്റെ ഫംഗ്ഷനായിട്ട് വന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫീച്ചർ ഓഫ് ഫ്ലെക്സിബിൾ ഓട്ടോമേഷൻ? ഒരു ഫ്ലെക്സിബിൾ ഓട്ടോമേഷൻ്റെ ഫീച്ചർ ഇതിനകത്ത് ഏതൊക്കെയാണ്? ഇതിനകത്ത് ഏതാണ്? ഫ്ലെക്സിബിലിറ്റി ടു ഡീൽ വിത്ത് ദ പ്രോഡക്റ്റ് ഡിസൈൻ. പ്രോഡക്റ്റ് ഡിസൈനുമായിട്ട് ഫ്ലെക്സിബിൾ ആയിരിക്കും. സിമിലർ ടു ദ ഫിക്സഡ് ഓട്ടോമേഷൻ. ഫിക്സഡ് ഓട്ടോമേഷനുമായിട്ട് സിമിലർ ആണ്. യൂസ് ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ ടൂൾ. ഈ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ ടൂളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അൺഎബിൾ ടു ഡീൽ വിത്ത് വേരിയേഷൻ ഇൻ പ്രോഡക്റ്റ് കോൺഫിഗറേഷൻ. ഇതിനകത്ത് ഏതാണ് കറക്റ്റ്? ഫ്ലെക്സിബിലിറ്റി ടു ഡീൽ വിത്ത് ദ പ്രോഡക്റ്റ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫീച്ചർ ഓഫ് ഫ്ലെക്സിബിൾ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ടു ഡീൽ വിത്ത് പ്രോഡക്റ്റ് ഡിസൈൻ. പ്രോഡക്റ്റ് ഡിസൈനുമായിട്ട് എന്ത് ചെയ്യുക? ഡീൽ ചെയ്യുക. ഫ്ലെക്സിബിലിറ്റി ടു ഡീൽ വിത്ത് പ്രോഡക്റ്റ് ഡിസൈൻ. അതായിരിക്കും എന്ത്? ഫ്ലെക്സിബിൾ ഓട്ടോമേഷൻ. ഇനി ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇൻ CNCയുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇൻ CNC കൺസിസ്റ്റ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ്? ഇതിൽ ഏത് ഭാഗമാണ് കാണപ്പെടുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂണിറ്റ്, സെക്കൻഡറി മെമ്മറി, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, റീഡ് ഓൺലി മെമ്മറി. അതായത് സെൻട്രൽ പ്രോസസ് യൂണിറ്റ് ഇൻ CNCയിലെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ എന്താണ് ഇതിൽ ഏത് ഭാഗമാണ് കാണുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂണിറ്റ് ആണോ, സെക്കൻഡറി മെമ്മറി ആണോ, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ആണോ, അതോ റീഡ് ഓൺലി മെമ്മറി ആണോ? ഏതായിരിക്കും? ദ ആൻസർ ഈസ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, ALU. അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇൻ CNCയുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ കാണുന്നത് ആരാണ്? അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ ഇന്റർപ്രറ്റ് ആൻഡ് NC പാർട്ട് പ്രോഗ്രാം? ഈ വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ, ഇതിനകത്ത് ഏത് സോഫ്റ്റ്വെയർ ആണ് ഇന്റർപ്രറ്റ് ആൻഡ് NC പാർട്ട് പ്രോഗ്രാം? ഒരു NC പാർട്ട് പ്രോഗ്രാം ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് ഏത് സോഫ്റ്റ്വെയർ ആണ്? മെഷീൻ ഇന്റർഫേസ് സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, മെഷീൻ സീക്വൻസിങ് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇതിൽ ഏത് സോഫ്റ്റ്വെയർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ ഇന്റർപ്രറ്റ്സ് ആൻഡ് NC പാർട്ട് പ്രോഗ്രാം? NC പാർട്ട് പ്രോഗ്രാമിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇതിൽ ഏത് സോഫ്റ്റ്വെയർ ആണ്? മെഷീൻ ഇന്റർഫേസ് സോഫ്റ്റ്വെയർ ആണോ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ, മെഷീൻ സീക്വൻസിങ് സിസ്റ്റം ആണോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ? ഏതായിരിക്കും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ ഇന്റർപ്രറ്റ് ആൻഡ് NC പാർട്ട് പ്രോഗ്രാം? ദാറ്റ് ഈസ് വാട്ട്? ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 12th question. Which of the following is not a basic component of the numeric control system? NC സിസ്റ്റത്തിൻ്റെ ബേസിക് കമ്പോണൻ്റ് അല്ലാത്തത് ഏതാണെന്ന്? പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ്, പാർട്ട് പ്രോഗ്രാമർ, മെഷീൻ കൺട്രോൾ യൂണിറ്റ്, പാർട്ട് പ്രോഗ്രാം. ഒന്നുകൂടെ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോട്ട് എ ബേസിക് കമ്പോണൻ്റ്? അടിസ്ഥാന ഘടകമല്ലാത്തത് ഏതിൻ്റെ? ഒരു ന്യൂമറിക്കൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിക് കമ്പോണൻ്റ് അല്ലാത്തത് ഇതിലേതാണ്? ഒന്ന് പ്രോസസ്സിംഗ് എക്യുപ്മെൻ്റ് ആണോ, പാർട്ട് പ്രോഗ്രാമർ ആണോ, മെഷീൻ കൺട്രോൾ യൂണിറ്റ് ആണോ, പാർട്ട് പ്രോഗ്രാം ആണോ? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? പാർട്ട് പ്രോഗ്രാമർ.
അപ്പോൾ എന്നും വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, പാർട്ട് പ്രോഗ്രാമർ എന്തിൻ്റെ ഭാഗമല്ല, ഒരു ബേസിക് കമ്പോണൻ്റ് അല്ല ന്യൂമറിക്കൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ. 13ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂമറിക്കൽ കൺട്രോൾ എക്യുപ്മെന്റ് നീഡ്സ് ദ പോയിന്റ് ടു പോയിന്റ് കൺട്രോൾ സിസ്റ്റം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂമറിക്കൽ കൺട്രോൾ എക്യുപ്മെന്റ് നീഡ്സ് ദ പോയിന്റ് ടു പോയിന്റ് കൺട്രോൾ സിസ്റ്റം? ഇതിനകത്ത് ഏതിൽ ആണ് ന്യൂമറിക്കൽ കൺട്രോൾ എക്യുപ്മെന്റ് ആണ് പോയിന്റ് ടു പോയിന്റ് കൺട്രോൾ സിസ്റ്റം വേണ്ടത്? പോയിന്റ് ടു പോയിന്റ്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്. NC ഡ്രില്ലാണോ, NC സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ ആണോ, NC ന്യൂമറിക്കൽ കൺട്രോൾ ലേത്താണോ, ന്യൂമറിക്കൽ കൺട്രോൾ ബോറിംഗ് മില്ലാണോ? ഇതിനകത്ത് ഏതിനാണ് ന്യൂമറിക്കൽ കൺട്രോൾ എക്യുപ്മെന്റിന് എന്ത് വേണ്ടത്? പോയിന്റ് ടു പോയിന്റ് കൺട്രോൾ സിസ്റ്റം വേണ്ടത്. അത് NC ഡ്രിൽ പ്രസ്സിനാണ്. ഇതിനാണ് NC ഡ്രിൽ പ്രസ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂമറിക്കൽ കൺട്രോൾ എക്യുപ്മെന്റ് നീഡ് ദ പോയിന്റ് ടു പോയിന്റ് കൺട്രോൾ സിസ്റ്റം വരുന്നത് NC ഡ്രിൽ പ്രസ്സിനാണ്. ഡ്രിൽ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following work envelope belong to the SCARA robotic configuration? ഈ പറയുന്നവയിൽ ഏതിനാണ് the SCARA robotic configuration ഉള്ളത്? which of the following work envelope belonging to the SCARA's robotic configuration? hemisphere, partial sphere, spherical, rectangle. ഇതിൽ ഏത് വർക്ക് എൻവലപ്പിനാണ് SCARA robotic configuration ഉള്ളത്? ഫസ്റ്റ് വൺ ഹെമിസ്ഫിയറിനാണോ, ദെൻ പാർഷ്യൽ സ്പിയറിനാണോ, സിലിണ്ടറിക്കലിനാണോ, റെക്റ്റാങ്കിൾ? നമ്മുടെ കറക്റ്റ് ഉത്തരം ഏതാണ്? സിലിണ്ടറിക്കൽ എൻവലപ്പിനാണ് SCARA റോബോട്ട് കോൺഫിഗറേഷൻ ഉള്ളത്. 15th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് റോബോട്ട് കൺട്രോളേഴ്സ്? അതായത് ഈ പറയുന്നതിൽ ഏതിനാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് റോബോട്ട് കൺട്രോൾ? റോബോട്ട് കൺട്രോളിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഇതിനകത്ത് ഏതാണ്? ലിമിറ്റഡ് സീക്വൻസ് കൺട്രോൾ, കണ്ടിന്യൂസ് സീക്വൻസ് കൺട്രോൾ, എൻഡ് ടു എൻഡ് കൺട്രോൾ, ഡെഫിനിറ്റ് കൺട്രോൾ. ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും കൺട്രോളിൽ ഏതാണ് കാറ്റഗറി ഓഫ് റോബോട്ട് കൺട്രോളേഴ്സ്? റോബോട്ടിൻ്റെ കൺട്രോളേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഇതിനകത്ത് ഏതാണ്? The correct answer is what? Limited sequence control. Limited sequence control. അപ്പോൾ ലിമിറ്റഡ് സീക്വൻസ് കൺട്രോൾ ആണ് എന്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്? റോബോട്ട് കൺട്രോളിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് ഏതാണ്? ലിമിറ്റഡ് സീക്വൻസ് കൺട്രോൾ ആണ്. Then, what does outer rim in a sim wheel represent? What does an outer rim in a sim wheel represent? ഒരു സിം വീലിൻ്റെ ഔട്ടർ റിം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അസംബ്ലി ഫംഗ്ഷൻ, അപ്പർ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ, മോണിറ്ററി ഫംഗ്ഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഔട്ടർ റിമ്മിൻ്റെ സിം വീലിൻ്റെ ഔട്ടർ റിം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അസംബ്ലി ഫംഗ്ഷൻ ആണോ, അപ്പർ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ആണോ, മോണിറ്ററിങ് ഫംഗ്ഷൻ ആണോ, ഇൻസ്പെക്ഷൻ ഫംഗ്ഷൻ ആണോ? അപ്പോൾ സിം വീൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? അപ്പർ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. അപ്പർ മാനേജ്മെൻറ്റ് ഫംഗ്ഷനെയാണ് ദ ഔട്ടർ റിമ്മിൻ്റെ സിം വീൽ റെപ്രസെൻറ്റ്. Next, the machine control unit in CNC machine consists of which of the following component? The machine control unit in CNC machine consists of which of the following component? ഒരു CNC മെഷീനിലെ മെഷീൻ കൺട്രോൾ യൂണിറ്റിനകത്ത് ഇതിൽ ഏതൊക്കെ കമ്പോണൻസുകൾ ഉണ്ട്? ഇത് പറഞ്ഞിരിക്കുന്നതിൽ ഏത് കമ്പോണൻ്റ് ആണുള്ളത്? IO ഇൻ്റർഫേസ്, സ്കാനേഴ്സ്, പ്ലോട്ടേഴ്സ്, പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ച്, ദ മെഷീൻ കൺട്രോൾ യൂണിറ്റ് ഇൻ CNC മെഷീൻ കൺസിസ്റ്റ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പോണൻറ്റ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ് ആണോ, സ്കാനേഴ്സ് ആണോ, അതോ പ്ലോട്ടേഴ്സ് ആണോ, പ്രോസസ്സിംഗ് എക്യുപ്മെൻ്റ് ആണോ? കറക്റ്റ് ആൻസർ അതാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസസ് ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ്. 18th ക്വസ്റ്റ്യൻ, ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇൻ CNC consists of which of the following parts? ഇനി ഏത് പാർട്സ് ആണ് ഇതിനകത്ത്? ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CNCയിലെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ ഇതിൽ ഏത് പാർട്സ് ആണുള്ളത്? റീഡ് ഓൺലി മെമ്മറി, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, സെക്കൻഡറി മെമ്മറി, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പോൾ 4 തന്നിട്ടുണ്ട്. റീഡ് ഓൺലി മെമ്മറി, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, സെക്കൻഡറി മെമ്മറി, ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂണിറ്റ്. ഇതിലേതാണ്? ഫസ്റ്റ് വൺ ഈസ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. ഇതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇൻ CNC കൺസിസ്റ്റ് ഓഫ് വിച്ച് ഓഫ് ഈ പറയുന്നതിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇൻ CNCയിലെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സിൽ ഇതിൽ ഏത് പാർട്സ് ആണ് ഉള്ളത്? റീഡ് ഓൺലി മെമ്മറി ആണോ? അല്ല. സെക്കൻഡറി മെമ്മറി ആണോ? അല്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂണിറ്റ് ആണോ? അല്ല. ഉള്ളത് ഏതാണ്? അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്.
Which of the following software interprets an NC part program? Which of the following software interprets an NC part program? ഇതിൽ ഏത് സോഫ്റ്റ്വെയർ ആണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? NC പാർട്ട് പ്രോഗ്രാമിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, മെഷീൻ ഇന്റർഫേസ് സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മെഷീൻ സീക്വൻസിങ് സിസ്റ്റം. ആലോചിച്ച് നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ ഇന്റർപ്രറ്റ് ആൻ NC പാർട്ട് പ്രോഗ്രാം? ഒരു NC പാർട്ട് പ്രോഗ്രാം ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇതിൽ ഏത് സോഫ്റ്റ്വെയർ ആണ്? ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആണോ, മെഷീൻ ഇന്റർഫേസ് സോഫ്റ്റ്വെയർ ആണോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ, മെഷീൻ സീക്വൻസിങ് സിസ്റ്റം ആണോ? ദ കറക്റ്റ് വൺ ഈസ് വാട്ട്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കറക്റ്റ്. Then dash operate the communication link between CPU and processing equipment. Dash operate the communication link between CPU and processing equipment. ഏതാണ് CPU പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഉള്ളത്? ഇതിനകത്ത് ആർക്കാണ്? മെഷീൻ ഇൻ്റർഫേസ് സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കൺട്രോൾ പ്രോഗ്രാം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഏതായിരിക്കും? ആ പേരിൽ തന്നെ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏതാണ്. ദറ്റ് ഈസ് മെഷീൻ ഇൻ്റർഫേസ് സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റ് ദ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ബിറ്റ്വീൻ CPU ആൻഡ് പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ്. മെഷീൻ ഇൻ്റർഫേസ് സോഫ്റ്റ്വെയർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following features of modern CNC is an advantage over early numerical control machine? Which of the following features of modern CNC is an advantage over early numerical control machine? ഇതിൽ ഏതിൻ്റെ ഫീച്ചറാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചർ, ഈ പറയുന്നതിൽ ഏത് ഫീച്ചറാണ് മോഡേൺ CNC ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓവർ എയർലി ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ? റീപ്രോഗ്രാമിംഗ് എബിലിറ്റി ആണോ, കേപ്പബിലിറ്റി ടു ഡീൽ വിത്ത് പ്രൊഡക്റ്റ് വെറൈറ്റി ആണോ, അഡാപ്റ്റീവ് കൺട്രോൾ ആണോ, ലെസർ ഹ്യൂമൻ അസിസ്റ്റൻസ് നീഡ് ആണോ? ആപ്റ്റ് വൺ ഏതായിരിക്കും? ദറ്റ് ഈസ് കോൾഡ് അഡാപ്റ്റീവ് കൺട്രോൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ CNC ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓവർ എയർലി ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ എന്ന് പറയുന്നത് എപ്പോഴേതാണ്? അഡാപ്റ്റീവ് കൺട്രോൾ ആണ്. അഡാപ്റ്റീവ് കൺട്രോൾ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യും. വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഡയറക്റ്റ് ന്യൂമറിക്കൽ കൺട്രോൾ, DNC ആണ് ഡയറക്റ്റ് ന്യൂമറിക്കൽ കൺട്രോൾ. വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡയറക്റ്റ് numerical control was to achieve dash communication between the machines and the central computer. One-way communication, two-way communication, three-way communication or four-way communication. അതായത് ഡയറക്റ്റ് ന്യൂമറിക്കൽ കൺട്രോളിൻ്റെ വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഡയറക്റ്റ് ന്യൂമറിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത് വാസ് ടു അച്ചീവ് ഡാഷ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മെഷീൻസ് ആൻഡ് സെൻട്രൽ കമ്പ്യൂട്ടർ. അതേതാണ് കൃത്യം? വൺ വേ ആണോ, ടു വേ ആണോ, ത്രീ വേ ആണോ, ഫോർ വേ ആണോ? ദറ്റ് ഈസ് ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ടു വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ മെഷീൻ ആൻഡ് സെൻട്രൽ കമ്പ്യൂട്ടർ. Direct numerical control operation was also referred by the term. Direct numerical control operation was also referred by the term. അതിനെ വിളിക്കുന്ന പേര് എന്താണ്? Beside the tape reader, behind the tape reader, behind the paper tape, bypass the tape, paper tape. ഇതിലേതായിരിക്കും? ഡയറക്റ്റ് ന്യൂമറിക്കൽ കൺട്രോൾ ഓപ്പറേഷൻ എന്ന് പറയുന്ന ആൾസോ റിഫർ ബൈ ദ ടേപ്പ്. ഒരു മറ്റൊരു പേരിലൂടെ റിഫർ ചെയ്ത് പറയാം. ബിസൈഡ് ദ ടേപ്പ് റീഡർ ആണോ, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ടേപ്പ് റീഡർ ആണോ, ബിഹൈൻഡ് പേപ്പർ ടേപ്പ് ആണോ, ബൈപ്പാസ് ദ പേപ്പർ ടേപ്പ് ആണോ? ദ കറക്റ്റ് ആൻസർ ഈസ് ബിഹൈൻഡ് ദ ടേപ്പ് റീഡർ. ടേപ്പ് റീഡറിന് ബിഹൈൻഡ് ദ ടേപ്പ് റീഡർ എന്നാണ് എന്തിനെ വിളിക്കുന്നത്? ഡയറക്റ്റ് ന്യൂമറിക്കൽ കൺട്രോൾ ഓപ്പറേഷൻ വാസ് ആൾസോ റിഫേർഡ് ബൈ ദ ടേം ബിഹൈൻഡ് ദ ടേപ്പ് റീഡർ. ബിഹൈൻഡ് ദ ടേപ്പ് റീഡർ. Then, which of the following numerical control equipments need the point-to-point control system? Point-to-point control system വേണ്ടി വരുന്ന ന്യൂമറിക്കൽ കൺട്രോൾ എക്യുപ്മെന്റ് ഇതിൽ ഏതാണ്? NC lathe, NC boring mill, NC drill press, NC cylindrical grinder. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അതേതാണ്? NC drill press ആണ്. Which of the following numerical control equipment needs the point-to-point control system? എപ്പോഴും ഏതിനാണ് വേണ്ടത്? NC drill pressനാണ് വേണ്ടത്. NC drill press. Then, next question. The numerical control technology is appropriate for which of the following type of production? അതായത് ന്യൂമറിക്കൽ കൺട്രോൾ ടെക്നോളജി ഈ പറയുന്ന ഏത് പ്രൊഡക്ഷനാണ് കറക്റ്റ് ആപ്റ്റ് ആകുന്നത്? ഫസ്റ്റ് വൺ, മീഡിയം ടു ഹൈ ക്വാണ്ടിറ്റി ആൻഡ് മീഡിയം ടു ഹൈ വെറൈറ്റി, ലോ ടു മീഡിയം ക്വാണ്ടിറ്റി ആൻഡ് മീഡിയം ടു ഹൈ വെറൈറ്റി, ഹൈ ക്വാണ്ടിറ്റി ആൻഡ് ലോ വെറൈറ്റി, ലോ ടു മീഡിയം ക്വാണ്ടിറ്റി ആൻഡ് ലോ വെറൈറ്റി. അപ്പോൾ 4 ഓപ്ഷനുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ന്യൂമറിക്കൽ കൺട്രോൾ ടെക്നോളജി അപ്രോപ്രിയേറ്റ് ആകുന്നത് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ടൈപ്പ് പ്രൊഡക്ഷനാണ്? ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് മീഡിയത്തിൽ നിന്ന് ഹൈ ക്വാണ്ടിറ്റി ആണ് ആൻഡ് മീഡിയം ടു ഹൈ വെറൈറ്റി ആകാം.
ലോ ടു മീഡിയം ക്വാണ്ടിറ്റി ആണ്, മീഡിയം ടു ഹൈ വെറൈറ്റി ആണ്. ഹൈ ക്വാളിറ്റി ക്വാണ്ടിറ്റി ആൻഡ് ലോ വെറൈറ്റി ആണ്, ലോ ടു മീഡിയം ക്വാണ്ടിറ്റി ആൻഡ് ലോ വെറൈറ്റി ആണ്. ദ കറക്റ്റ് വൺ ഈസ് ലോ ടു മീഡിയം ക്വാണ്ടിറ്റി ആൻഡ് മീഡിയം ടു ഹൈ വെറൈറ്റി. ലോ ടു മീഡിയം ക്വാണ്ടിറ്റി ആൻഡ് മീഡിയം ടു ഹൈ വെറൈറ്റി. ലോയിൽ നിന്ന് മീഡിയം ക്വാണ്ടിറ്റിയിലേക്കും മീഡിയം ടു ഹൈ വെറൈറ്റി, മീഡിയം ടു ഹൈ വെറൈറ്റി ആണ് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ളത്. Then what does FMS stands for? FMS എന്ന് പറഞ്ഞാൽ എന്താണ്? FMS എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം ആണോ, ഫൈനൈറ്റ് മാനുഫാക്ചറിങ് സിസ്റ്റം ആണോ, ഫ്ലെക്സിബിൾ മെഷീനിങ് സിസ്റ്റം ആണോ, ഫൈനൈറ്റ് മെഷീനിങ് സിസ്റ്റം ആണോ? അപ്പോൾ എന്താ വാട്ട് ഡസ് FMS സ്റ്റാൻഡ് ഫോർ? FMS എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റത്തെയാണോ സൂചിപ്പിക്കുന്നത്, അതോ ഫൈനൈറ്റ് മാനുഫാക്ചറിങ് സിസ്റ്റം ആണോ, ഫ്ലെക്സിബിൾ മെഷീനിങ് സിസ്റ്റം ആണോ, ഫൈനൈറ്റ് മെഷീനിങ് സിസ്റ്റം ആണോ? ആപ്റ്റ് വൺ ഏതാണ്? ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം. FMS സ്റ്റാൻഡ് ഫോർ ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം. 27. Which of the following principle does flexible manufacturing system rely on? ഈ പറയുന്നതിൽ ഏത് പ്രിൻസിപ്പിളാണ് ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം റിലേ ചെയ്യുന്നത്? ഫൈബേഴ്സ്, PDMA സൈക്കിൾ, JIT ടെക്നോളജി. JIT മീൻസ് ജസ്റ്റ് ഇൻ ടൈം ടെക്നോളജി ആൻഡ് ഗ്രൂപ്പ് ടെക്നോളജി. ഏത് പ്രിൻസിപ്പിളാണ് ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം റിലേ ചെയ്യുന്നത്? ഫൈബർ സിസ്റ്റം ആണോ, 5 സിഗ്മ സിസ്റ്റം ആണോ, PDMA സിസ്റ്റം സൈക്കിൾ ആണോ, JIT ജസ്റ്റ് ഇൻ ടൈം ടെക്നോളജി സിസ്റ്റം ആണോ, ഗ്രൂപ്പ് ടെക്നോളജി ആണോ? ആപ്റ്റ് വൺ ഏതാണ്? ദാറ്റ് ഈസ് ഗ്രൂപ്പ് ടെക്നോളജി. FMS എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനാണ്? ഗ്രൂപ്പ് ടെക്നോളജിയാണ്. ദാറ്റ് ഈസ് ഗ്രൂപ്പ് ടെക്നോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which type of flexible manufacturing system manufactures any random mix of piece part type at any time? എന്താ പറഞ്ഞിരിക്കുന്നത്? Which type of flexible manufacturing system manufactures any random mix of piece part types at any time? Engineered FMS, sequential FMS, random FMS, modular FMS. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയേ. Which type of flexible manufacturing system manufactures any random mix of piece part type at any time? അത് എഞ്ചിനീയർഡ് FMS ആണോ, സീക്വൻഷ്യൽ FMS ആണോ, റാൻഡം FMS ആണോ, മോഡുലാർ FMS ആണോ? The correct one is random FMS. റാൻഡം ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം ആണ്. 29. What are all the components of FMS system? എന്താണ് ഇതിനകത്ത് വരുന്ന FMS സിസ്റ്റത്തിനകത്ത് വരുന്ന കമ്പോണൻസ്? ജിഗ്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സ് ആണോ, എഞ്ചിനീയറിംഗ് ഡാറ്റ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, വർക്ക്സ്റ്റേഷൻ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, സ്റ്റോറേജ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ കൺട്രോൾ സിസ്റ്റം, മെഷീൻ, ടൂൾ ആൻഡ് വർക്ക് പീസ്. ഇതിൽ ഏതാണ് കമ്പോണൻസ് ഓഫ് FMS സിസ്റ്റമായിട്ട് വരുന്നത്? ഫസ്റ്റ് വൺ ആണോ ജിഗ്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സ് മാത്രമാണോ? അല്ല. സെക്കൻഡ് വൺ എഞ്ചിനീയറിംഗ് ഡാറ്റ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മാത്രമാണോ? അല്ല. ഫോർത്ത് വൺ മെഷീൻ, ടൂൾ ആൻഡ് വർക്ക് പീസ് മാത്രമാണോ? അല്ല. പിന്നെന്താണ് കറക്റ്റ് വൺ? വർക്ക് സ്റ്റേഷൻ വരും, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് സിസ്റ്റം വരും, കമ്പ്യൂട്ടർ കൺട്രോൾ സിസ്റ്റം വരും. ഇതെല്ലാം അതിനകത്ത് എന്ത് ചെയ്യും? വരുന്നതാണ്. സോ C is the correct answer. Workstation, material handling, storage system and computer control system. Then, which is very important to achieve high productivity in FMS? FMS il വളരെ high productivity വേണമെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞാൽ efficient layout and material flow path design, high production cost, product cost, transport to laborers, recreation facilities. ഇതിൽ ഏതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ്? ടു അച്ചീവ് ഹൈ പ്രൊഡക്ടിവിറ്റി ഇൻ FMSൽ വളരെ വലിയ പ്രൊഡക്ടിവിറ്റി കിട്ടണമെങ്കിൽ ഇതിൽ ഏതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്? ഏതായിരിക്കും? വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ്. എഫിഷ്യൻറ്റ് ലേഔട്ട് ആൻഡ് മെറ്റീരിയൽ ഫ്ലോ പാത്ത് ഡിസൈൻ. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേഔട്ടും ഒരു മെറ്റീരിയൽ ഫ്ലോ പാത്ത് ഡിസൈനും ഉണ്ട് എങ്കിൽ അതായിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ടു അച്ചീവ് ഹൈ പ്രൊഡക്ടിവിറ്റി ഇൻ ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം. Then 31. What is the disadvantage of FMS? FMSന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? റെഡ്യൂസ്ഡ് ഡൗൺ ടൈം, ഹയർ പ്രൊഡക്ഷൻ എഫിഷ്യൻസി, ഹയർ അപ്ഫ്രണ്ട് കോസ്റ്റ്, കസ്റ്റമൈസേഷൻ ഓഫ് പ്രോഡക്റ്റ്. അതായത് ഈ പറയുന്നവയിൽ ഏതാണ് ഡിസഡ്വാൻറ്റേജ് ഓഫ് FMS എന്നാണ്? റെഡ്യൂസ്ഡ് ഡൗൺ ടൈം ആണോ, ഹയർ പ്രൊഡക്ഷൻ എഫിഷ്യൻസി ആണോ, ഹയർ അപ്ഫ്രണ്ട് കോസ്റ്റ് ആണോ, കസ്റ്റമൈസേഷൻ ഓഫ് പ്രോഡക്റ്റ് ആണോ? ഏതായിരിക്കും? ഹൈ അപ്ഫ്രണ്ട് കോസ്റ്റ് ആണ്. അപ്പോൾ ഹയർ അപ്ഫ്രണ്ട് കോസ്റ്റ് ആണ് ഡിസഡ്വാൻറ്റേജ് ഓഫ് എന്ന് പറയുന്നത് FMS. അപ്പോൾ FMSന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ റെഡ്യൂസ്ഡ് ഡൗൺ ടൈം ആണോ, ഹയർ പ്രൊഡക്ഷൻ എഫിഷ്യൻസി ആണോ,
ഹയർ അപ്ഫ്രണ്ട് കോസ്റ്റ് ആണോ കസ്റ്റമൈസേഷൻ ഓഫ് പ്രൊഡക്റ്റോ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് എന്താണ്? റെഡ്യൂസ് ഡൗൺ ടൈം അല്ല, അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ല. ഹയർ പ്രൊഡക്ഷൻ എഫിഷ്യൻസി അതും ഒരു ഡിസഡ്വാൻറ്റേജ് അല്ല. കസ്റ്റമൈസേഷൻ ഓഫ് പ്രൊഡക്റ്റ് അതും ഒരു ഡിസഡ്വാൻറ്റേജ് അല്ല. ഡിസഡ്വാൻറ്റേജ് ഏതാണ്? ഹയർ അപ്ഫ്രണ്ട് കോസ്റ്റ് ആണ് FMSന്റെ ഡിസഡ്വാൻറ്റേജ്. 32. ഹൗ ആർ FMS എക്യുപ്മെന്റ് ക്ലാസിഫൈഡ്? എങ്ങനെയാണ് FMS എക്യുപ്മെന്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം, ഹോമോ ആൻഡ് ഹെട്രോ, പ്രൈമറി ആൻഡ് സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് കോട്ടണറി. എങ്ങനെയാണ് FMSന്റെ എക്യുപ്മെന്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി എക്യുപ്മെന്റ്. 33. Which of the following enables end FMS user to expand their FMS capability? Which of the following enables end FMS user to expand their FMS capability? Random FMS, modular FMS, dedicated FMS, sequential FMS. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് വൺ? മോഡുലാർ FMS ആണ് enable end FMS user to expand their FMS capabilities. 34th. Which variable is uninterrupted during the manufacturing operation? ഇതിൽ ഏത് വേരിയബിൾ ആണ് അൺഇൻറ്ററപ്റ്റഡ് ആകുന്നത് മാനുഫാക്ചറിങ് ഓപ്പറേഷൻ? മോഡുലാർ വേരിയബിൾ, കണ്ടിന്യൂസ് വേരിയബിൾ, ഫിക്സഡ് വേരിയബിൾ ആൻഡ് മിക്സഡ് വേരിയബിൾ. സോ ഇതിനകത്ത് ഏതായിരിക്കും? ദറ്റ് ഈസ് കണ്ടിന്യൂസ് വേരിയബിൾ. 35. Which of the following is capable of producing single part family or limited range of part family? Lean manufacturing, flexible manufacturing, PDMA cycle and Kanban system. Which of the following is capable of producing single part family or limited range of part family? Lean manufacturing ആണോ, ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം ആണോ, PDMA സൈക്കിൾ ആണോ, Kanban സിസ്റ്റം ആണോ? എന്താണ് ക്വസ്റ്റ്യനകത്തുള്ളത്? കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് സിംഗിൾ പാർട്ട് ഫാമിലി ഓർ ലിമിറ്റഡ് റേഞ്ച് ഓഫ് പാർട്ട് ഫാമിലി. സോ ദ ആൻസർ ഈസ് ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം. ഇനിയുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.